മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ എൻ്റെ കഴിഞ്ഞ സ്പീച്ചിൽ പറയുകയുണ്ടായി, ഈ ഡൽഹി യാത്രയിൽ ഒരു വളരെ സന്തോഷകരമായ അനുഭവവും വളരെ ദുഃഖകരമായിട്ടുള്ള അനുഭവവും ഉണ്ടായി എന്ന് പറയുകയുണ്ടായി. ആ സന്തോഷകരമായ അനുഭവം ഞാൻ ആദ്യം പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ ചെയ്യുന്നത് എനിക്കറിയാം. കുറേ പേരെങ്കിലും ഒരു 3% വ്യക്തികളെങ്കിലും അത് ചെയ്താൽ നന്നായിരിക്കും. ദുഃഖകരമായിട്ടുള്ള വസ്തുത, ഞാനൊരു 4ാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു മെഹ്റൗളിയിലേക്ക് പോയിരുന്നു. മെഹ്റൗളിയിൽ കുത്തബ് മീനാർ കാണാൻ പോയിരുന്നു. അതിൻ്റെ അടുത്തായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഞങ്ങളുടെ 3-ാം തീയതി, ഈ മാസം 3-ാം തീയതി, നവംബർ 3-ാം തീയതിയിലുള്ള ചർച്ച, ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ അവർ കൾച്ചർ എന്ന അതിനെക്കുറിച്ചുള്ള ചർച്ചയും പുതിയ പ്രോജക്റ്റുകളും പ്രോഗ്രാമുകളും ഉണ്ടാക്കുന്നതിനെ കുറിച്ചും എല്ലാം ഉള്ള ചർച്ച 3-ാം തീയതി. അപ്പൊ 3-ാം തീയതി കഴിഞ്ഞിട്ട്, ചർച്ച കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാനൊന്ന് കുത്തബ് മീനാർ വരെ പോയി. ഈ മെഹ്റൗളി എന്ന വാക്ക് തന്നെ നിങ്ങളിൽ ചിലർ കേട്ടിട്ടുണ്ടാവും. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, മിഹിരാവലി എന്ന വാക്കിൽ നിന്നാണ് മെഹ്റൗളി ഉണ്ടായത്. മിഹിരാവലി, വരാഹമിഹിരൻ എന്ന് കേട്ടിട്ടുണ്ടാവും. മിഹിരാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്ര സമൂഹം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അർത്ഥം. എന്താ ഈ മെഹ്റൗളിക്ക് അങ്ങനെ ഒരു പേര് വരാൻ കാരണം? 27 ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ കുത്തബ് മീനാറിന് ചുറ്റും 27 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. മിഹിരാവലി എന്ന് അതൊരു സീരീസ്, ചരട് മാതിരിയാണ്, മാല മാതിരി ഉള്ള ക്ഷേത്രങ്ങൾ. അത് 1200 മുതൽക്ക് 1400 വരെ തച്ചൊടച്ച് നശിപ്പിച്ച് അതിൻ്റെ കല്ലുകൊണ്ടും അല്ലാത്ത കല്ലുകൊണ്ടുമാണ് കുത്തബ് മീനാർ ഉണ്ടാക്കിയത്. ഇൽത്തത്തുമിഷും കുത്തബുദ്ദീൻ ഐബക്കും തുടങ്ങിയ വിദേശ മുസ്ലിങ്ങൾ ഈ ഗസ്നി AD 995 മുതൽക്ക് 17 പ്രാവശ്യം ആക്രമിച്ച് കയറി അവരുടെ ഭരണം ഭാരതമെമ്പാടും അടിച്ചമർത്തി ആരംഭിച്ച് ഇസ്ലാമികമായിട്ടുള്ള മോസ്കുകൾക്ക് ഫൗണ്ടേഷൻ ഇട്ടതൊക്കെ ഈ ഇൽത്തത്തുമിഷും കുത്തബുദ്ദീൻ ഐബക്കും അയാളുടെ മക്കളും എല്ലാമാണ്. ഇപ്പൊ ഈ മിഹിരാവലി ക്ഷേത്രങ്ങൾ നശിപ്പിച്ച്, മുഴുവനും നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല അവർക്ക്. അത് കരിങ്കൽ കൊണ്ട് ഉണ്ടാക്കിയതാ. അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ചിതറിക്കിടക്കുന്നു. അത് കാണാനും കുത്തബ് മീനാർ കാണാനുമായിട്ട് 10,000-കണക്കിന് വ്യക്തികൾ അവിടെ വരുന്നത് എന്നുള്ളത് ഒരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ച. നമ്മുടെ പൈതൃകത്തോട് ലോക ജനതയ്ക്കുള്ള അത്ഭുതം ഒന്ന് കണ്ടേ മതിയാവും. കന്യാസ്ത്രീകളുണ്ട്, മുസ്ലിം പണ്ഡിതന്മാരുണ്ട്, മുസ്ലിം വേഷത്തിൽ വന്നിരിക്കുന്ന പർദ്ദയിട്ടവരുണ്ട്, വിദേശികളുണ്ട്, സ്വദേശികളുണ്ട്, ഏറ്റവും കൂടുതൽ യുവാക്കളാണ്. അവരവിടെ വന്ന് ഇത് മുഴുവനും കണ്ട് ഫോട്ടോ എടുത്ത് പോകുന്നു. എന്റർടൈൻമെന്റിനായിരിക്കാം, പഠിക്കാനോ ദുഃഖിക്കാനോ സന്തോഷിക്കാനോ ആവാൻ സാധ്യതയില്ല. 800-900 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കുത്തബ് മീനാറിന്റെ ചുറ്റും തറ ഗംഭീരമായിട്ടാണ് ക്ലീൻ ആൻഡ് നീറ്റാക്കി വെച്ചിരിക്കുന്നത്. ശരിക്കും സ്വച്ഛ ഭാരതം കാണണമെങ്കിൽ അവിടെ വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് ഞാനവിടെ പോയപ്പോൾ ചവറ്, കപ്പലണ്ടി, പൊതിഞ്ഞ പേപ്പറ്, കപ്പലണ്ടി തൊലി എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു സാധനമില്ല. അത്ര ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെച്ചിരിക്കുന്നു. വേദനാജനകമായിട്ടുള്ളത് എന്ന് ഞാൻ പറയാൻ കാരണം, അവിടെ കുത്തബ് മീനാറിനെ കുറിച്ചും ബാക്കിയുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. 27 ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നതിനെ കുറിച്ചോ, അത് തച്ചൊടച്ച് നശിപ്പിച്ചതിനെ കുറിച്ചോ, അതല്ലെങ്കിൽ അതാരാണത് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചോ, അതിനെക്കുറിച്ച് ഒരക്ഷരവും അവിടെ എഴുതിയിട്ടില്ല. ഒരക്ഷരവും അവിടെ സൂചിപ്പിച്ചിട്ടുമില്ല. ഒരു പക്ഷേ മതേതരത്വത്തിന്റെ പരമകാഷ്ഠയായ സ്ഥിതിക്ക് ചരിത്രത്തെ തന്നെ ഒരു ഭാഗമായിട്ട് അവതരിപ്പിക്കുക. ഭാരതത്തിലെ നെഹ്റു ആരംഭിച്ച ഒരു സംസ്കാരമാണത്. ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു വിഭാഗത്തിന്റെ കുടുംബത്തിന്റെ അംഗവും കൂടി ആയതുകൊണ്ടായിരിക്കാം ഈ ശാസ്ത്ര സത്യങ്ങള് പകുതി മാത്രം, ചരിത്ര സത്യങ്ങള് പകുതി മാത്രം, വസ്തുതാപരമായ സത്യങ്ങള് പകുതി മാത്രം, ഒരു ഭാഗം മാത്രം അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേകത. ശരിക്കും ഭാരതം 500 വർഷം ഭരിച്ചിരുന്ന വിദേശ മുസ്ലിങ്ങളുടെ ശവകുടീരം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഡൽഹി, ആ ഡൽഹിയിലുള്ള ഒരു സാധനം ഈ കുത്തബ് മീനാർ, അതില് ബാക്കി എല്ലായിടത്തും പഴയ അവശിഷ്ടങ്ങൾ പൂർണ്ണമായിട്ടും തകർത്തില്ലാതെയാക്കിയിട്ടുണ്ട്. കുത്തബ് മീനാറിൽ മാത്രം ഈ 27 നക്ഷത്രക്ഷേത്രങ്ങളുടെ ബാക്കിയുണ്ട്. വളരെ വേദനാജനകമായിട്ടുള്ളത്, ഒരു പക്ഷേ മാസങ്ങളോ വർഷങ്ങളോ എടുത്തിട്ടായിരിക്കും ഈ ക്ഷേത്രങ്ങളിലെ ദേവതാരൂപം മുഴുവനും
ചുറ്റിക കൊണ്ട് അടിച്ച് അത് ദേവതാരൂപങ്ങളല്ലാത്ത രീതിയിലാക്കി തീർത്തിരിക്കുന്നത്. മറ്റ് സാഞ്ചി സ്തൂപം കാണാൻ കഴിഞ്ഞ വർഷം പോയിരുന്നു ഭോപ്പാലില്. അപ്പൊ അവിടെ ഉള്ള ഈ നമ്മുടെ അശോക ചക്രവർത്തി സാഞ്ചി സ്തൂപം സ്ഥാപിച്ചതിന്റെ കുറെ അധികം നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മുഴുവനും വിരൂപാക്കിയിട്ടില്ല. ഒരു 10, 20, 25, 30% നശിപ്പിച്ചിരിക്കുന്നത്. അതിനെ വേണമെങ്കിൽ റീബിൽഡ് ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ റീബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഈ കുത്തബ് മീനാറിന് ചുറ്റുമുള്ള മിഹിരാവലി ക്ഷേത്രത്തില് ദേവതാ സങ്കല്പം, ക്ഷേത്ര രൂപങ്ങള്, ക്ഷേത്രത്തിലെ കുത്തുവേലകള്, അതെല്ലാം ഒരു ജസ്റ്റ് നോക്കുന്ന ആൾക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ വിരൂപമാക്കിയിരിക്കുന്ന കാഴ്ച ഇന്നും വേദനാജനകമായി പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മളുടെ പൈതൃകത്തില് ഏതാണ്ട് ഉത്തര ഭാരതത്തില് മുഴുവനും ഈ നശിപ്പിച്ചിരിക്കുന്നത് ഒരു വരിയെങ്കിലും എഴുതിയിരുന്നെങ്കിൽ വളരുന്ന തലമുറ മതേതരത്വത്തെ ഒരിക്കലും തിരസ്കരിക്കാതെ, നല്ല മതേതരത്വം, ഇപ്പോൾ ഉള്ള മതേതരത്വം അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പുറത്തുനിന്ന് വന്ന വിദേശികളായിട്ടുള്ളവർ നമ്മുടെ നാടിനെ നശിപ്പിച്ചത് എത്രത്തോളമാണ് എന്നുള്ളത് ഒരു ചരിത്ര സത്യമായിട്ട് ഒരു വരി എഴുതിയാൽ മതി. അതിന് മതമോ മറ്റോ ഒന്നും എഴുതേണ്ട കാര്യമില്ല. ആ വസ്തുതകൾ കൂടി എഴുതാതെ നമ്മുടെ പൈതൃകത്തിന്, ഇത്രയും ഉജ്ജ്വലമായ പൈതൃകം, അത് ഉജ്ജ്വലമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ നിലനിൽക്കാത്തത് എന്ന് ചോദിക്കുന്നവർക്ക് ആ ഉജ്ജ്വലമായ പൈതൃകത്തെ 1850 വരെ നശിപ്പിച്ച വിദേശികള്, അത് വിദേശ മുസ്ലിങ്ങളായാലും വിദേശ ക്രിസ്ത്യാനികളായാലും ഡച്ചുകാരായാലും ഫ്രഞ്ചുകാരായാലും പോർച്ചുഗീസുകാരായാലും ഇംഗ്ലീഷുകാരായാലും അവര് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. വികാരമുണർത്താനല്ല, വിചാരമുണർത്താൻ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചരിത്ര വസ്തുതകൾ എത്ര വ്യക്തികളുടെ മനസ്സിലേക്ക് പോകുമായിരുന്നു. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. വിദേശികളാണ് അത് നശിപ്പിച്ചത്. അവരുടെ മതം പ്രചരിപ്പിക്കാനോ അവരുടേതായിട്ടുള്ള രാജ്യഭാരം എളുപ്പമാക്കാനോ അവരുടെ സാമ്രാജ്യം പഠിക്കാനോ വേണ്ടി അവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സ്വതന്ത്ര ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് ചിന്തിപ്പിക്കാൻ ആ ചരിത്ര വസ്തുതകൾ എഴുതിയിട്ടില്ല. അതുപോലെ തന്നെ ആ ക്ഷേത്രങ്ങളെ ഒന്ന് നവീകരിക്കുകയോ ചെറിയ രീതിയിൽ എന്തെങ്കിലും സംരക്ഷിക്കാനുള്ളത് ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ എത്ര ഗംഭീരമാകുമായിരുന്നു എന്ന് ആലോചിച്ചു. ആ ഡൽഹിയിലെ അയേൺ പില്ലർ ഇന്നും ഭംഗിയായിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും കയറി നിരങ്ങാൻ പറ്റാത്ത വിധത്തില് അതിലെല്ലാത്തിലും ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കാനേ പറ്റുള്ളൂ, കൈകൊണ്ട് തൊടാൻ പറ്റാത്ത വിധത്തില് നന്നായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ഒരു വരി വായിച്ചത് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കുത്തബ് മീനാർ പണിയുന്നതിനിടയ്ക്ക് 3 പ്രാവശ്യം അതിൽ ഇടിമിന്നലേറ്റ് അത് തകർന്ന തരിപ്പണമായി എന്നുള്ള ഒരു വരി അതിനകത്തുണ്ട്. ശരിക്കും ഡൽഹിയിലെ ഒരു സ്ഥാപനവും, ഒരു ടോംബ്, ഒരു മെമ്മോറിയലും ഒന്നും ഇത്രയും പ്രാവശ്യം ഇടിമിന്നലേറ്റിട്ടില്ല. മിഹിരാവലി എന്ന് പറയുന്ന നക്ഷത്ര സമൂഹം സ്പേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നക്ഷത്രം എന്ന് പറയുമ്പോൾ ആകാശമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ആകാശത്തിലുള്ള മേഘങ്ങള് ഒരു പക്ഷേ ഈ നക്ഷത്ര ക്ഷേത്രങ്ങൾ നശിപ്പിച്ചതിന്റെ പ്രതിഷേധാർത്ഥമായിട്ടായിരിക്കും ഈ കുത്തബ് മീനാറിന് 3 പ്രാവശ്യം മിന്നലേറ്റത് തകർന്ന് വളരെയധികം റീബിൽഡ് ചെയ്യേണ്ടി വന്നത്. ഇപ്പൊ 3 പ്രാവശ്യം ഒരേ സാധനത്തിന് ഇടിമിന്നലേൽക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ തന്നെ പ്രതിഷേധമായിരിക്കും. ആ പ്രതിഷേധം ഭംഗിയായിട്ടൊന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ നല്ലോണം മനസ്സിലാകുമായിരുന്നു. പക്ഷെ ഇതിപ്പോ ഒഴുക്കൻ മട്ടിലാണ് എഴുതി വെച്ചിരിക്കുന്ന. 3 പ്രാവശ്യം മിന്നലടിച്ചത് മുഴുവനും തകർന്നത് മരുമകൻ ഇൽത്തത്ത് മിഷനെ വളർത്തി, അടുത്ത ആൾ മാർബിൾ കൊണ്ട് ഉയർത്തി, അങ്ങനെയെല്ലാം എഴുതിയിരിക്കുന്നത്. ഏതായാലും ഇന്നും നമ്മളത് സംരക്ഷിക്കുന്നുണ്ട്. അതിന്റെ നന്മകൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് പോലെ തന്നെ അതിന്റെ പുറകില് നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് സംഭവിച്ച തിന്മകൾ കൂടി ഓർമ്മിപ്പിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ എന്ന് ആ ദുഃഖകരമായ വസ്തുത കൂടി ഈ യാത്രയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.